Hello students, we are discussing the chapter Molecular Symmetry and Group Theory. In the last class we studied Schoenfly symbol and the classification of point groups. In this class we are discussing group multiplication tables. Okay. So group multiplication table എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ for any finite group of order h, the products of the possible h-square binary multiplication operations of the group elements can be conveniently presented in the form of a table. Such a table is called group multiplication table. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് അല്ലേ. ഓർഡർ എന്ന് പറയുന്നത് ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ എണ്ണമാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് മീൻസ് നമ്മളിപ്പോൾ വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ C2V പോയിൻ്റ് ഗ്രൂപ്പിലാണ്. അവിടുത്തെ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് C2Z, സിഗ്മ XZ, സിഗ്മ YZ 4 ആണ് അല്ലേ ഓർഡർ എന്ന് പറയുന്നത്. ദ പ്രോഡക്ട്സ് ഓഫ് ദ ഓൾ പോസിബിൾ h-square ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് ഓഫ് ദ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അതായത് അതായത് E ഇൻറ്റു C2, പിന്നെ E ഇൻറ്റു സിഗ്മ VXZ, E ഇൻറ്റു സിഗ്മ VYZ. ഓക്കെ, അപ്പോൾ ഈനെ എല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ അടുത്തത് എന്താ C2 ഇൻറ്റു C2, പിന്നെ C2 ഇൻറ്റു E, പിന്നെ C2 ഇൻറ്റു സിഗ്മ XZ, പിന്നെ C2 ഇൻറ്റു സിഗ്മ YZ. ഇങ്ങനെ പോസിബിളായിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും എല്ലാ ഓപ്പറേഷൻസിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അത് നമ്മളൊരു ടേബിൾ ഫോമിലാക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, C2Vയുടെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാവുക. എല്ലാ എലമെൻസിനെയും എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് എടുക്കുന്നു. അതാണ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് H റോസും H കോളംസും ഉണ്ടാവും. അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഓർഡറിൻ്റെ അത്രയും എണ്ണം റോസും അത്രയും കോളംസും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിത്ത് എൻ അഡീഷണൽ ലേബൽ റോ അറ്റ് ദ ടോപ്പ് ആൻഡ് എ ലേബൽ കോളം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഒരു അഡീഷണൽ ആയിട്ട് ഒരു റോ ടോപ്പിലും ഉണ്ടാവും, ഒരു റോ ലെഫ്റ്റ് സൈഡിലും, ഒരു കോളം ലെഫ്റ്റ് സൈഡിലും ഉണ്ടായിരിക്കും. Conventionally, E is written first and the multiplication is considered in the order element at the top of the column into element at the side of the row. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എലമെൻ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ കോളം ഇൻറ്റു എലമെൻ്റ് അറ്റ് ദ സൈഡ് ഓഫ് ദ റോ. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡർ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അതായത് പോസിബിൾ h-square ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടേബിളാക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതാണ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അതിന് H റോസും H കോളംസും ഉണ്ടായിരിക്കും. അതുപോലെ ഈ ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ടോപ്പിലുള്ള ആ കോളത്തിലെ ടോപ്പിലുള്ള എലമെൻറ്റ് ഇൻറ്റു എലമെൻറ്റ് അറ്റ് ദ സൈഡ് ഓഫ് ദ റോ. ഓക്കെ, ഇനി ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൺസിഡർ ചെയ്യുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറമാണ് റീഅറേഞ്ച്മെൻറ്റ് തിയറം എന്ന് പറയുന്നത്. അതായത് ഒരു കോളത്തിലും ഒരു റോയിലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു എലമെൻറ്റ് ഒന്നിൽ കൂടുതൽ തവണ വരാൻ പാടില്ല. അതാണ് റീഅറേഞ്ച്മെൻറ്റ് തിയറം എന്ന് പറയുന്നത്. നമ്മൾ ആ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ഏത് റോ എടുത്താലും അല്ലെങ്കിൽ ഏത് കോളം എടുത്താലും ഒരു എലമെൻറ്റ് ഒറ്റ തവണയേ വരാൻ പാടുള്ളൂ. അതാണ് എന്ത് റീഅറേഞ്ച്മെൻറ്റ് തിയറം. Okay, another important feature is that each of the group elements appears once and only once in each row and each column in a group multiplication table. That is, neither can any two rows be identical nor can any two columns. ഒന്നിൽ കൂടുതൽ കോളംസ് എന്ത് ചെയ്യാൻ പാടില്ല, ഐഡൻറ്റിക്കൽ ആവാൻ പാടില്ല. അല്ലെങ്കിൽ കോളംസും ഐഡൻറ്റിക്കൽ ആവാൻ പാടില്ല. നെയ്തർ ക്യാൻ എനി ടു റോസ് ബി ഐഡൻറ്റിക്കൽ നോർ ക്യാൻ എനി ടു കോളംസ്. രണ്ട് റോസോ രണ്ട് കോളംസോ ഐഡൻറ്റിക്കൽ ആവാൻ പാടില്ല. ഓക്കെ, എനി കോളം
any row or column thus represents a specific rearranged list of group elements with respect to any other row or column of the multiplication table. ഓരോ റോയും അല്ലെങ്കിൽ ഓരോ കോളവും ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഒരു റീഅറേഞ്ച്ഡ് ലിസ്റ്റ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് റീഅറേഞ്ച്മെൻറ്റ് തിയറം. നമ്മളൊരു ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ടർ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കാം. അപ്പോൾ ആദ്യം ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളതിൽ പറയുന്നത്. ഞാൻ ആദ്യം എങ്ങനെയാണ് വാട്ടർ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാവുക എന്ന് പറയാം. ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം ആദ്യം നമ്മൾ ഏത് ഗ്രൂപ്പിൻ്റെ ആണോ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കുന്നത് അതിനെ ആദ്യം അവിടെ എഴുതണം. ഓക്കെ, എന്നിട്ട് 2 ലൈൻസ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അവിടുത്തെ സിമെട്രി എലമെൻസിനെ ഇങ്ങനെ എഴുതുക. ഈ C2Z സിഗ്മ വി എക്സ് സെറ്റ് സിഗ്മ വി ഡാഷ് വൈ സെറ്റ്, ഈ C2Z സിഗ്മ വി എക്സ് സെറ്റ് സിഗ്മ വി ഡാഷ് വൈ സെറ്റ്. ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടല്ലോ, ഓരോ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും എന്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു നമ്മൾ. ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് ഓർഡർ H കൺസിസ്റ്റ് ഓഫ് H റോസ് ആൻഡ് H കോളംസ് വിത്ത് എൻ അഡീഷണൽ ലേബൽ റോ അറ്റ് ദ ടോപ്പ് ആൻഡ് ലേബൽ കോളം ഓൺ ദ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുമ്പോൾ ഒരു അഡീഷണലായിട്ട് ടോപ്പിലും ഒരു ആ എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും, അതുപോലെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ആ എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ഓരോന്നിൻ്റെയും പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ എഴുതുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, C2V പോയിന്റ് ഗ്രൂപ്പിലെ സിമെട്രി ഓപ്പറേഷൻസിനൊക്കെ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം C2V പോയിന്റ് ഗ്രൂപ്പിലെ സിമെട്രി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് C2Z അതുപോലെ സിഗ്മ വി എക്സ് സെറ്റും സിഗ്മ വി വൈ സെറ്റും ഇയും ആണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ C2Z കൺസിഡർ ചെയ്തു, സിഗ്മ വി വൈ സെറ്റ് സിഗ്മ വി എക്സ് സെറ്റ് അതുപോലെ ഇ. ഇതാണ് C2V പോയിന്റ് ഗ്രൂപ്പിലെ സിമെട്രി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ എഴുതണം. അതെങ്ങനെയാണ്? സിമെട്രി ഓപ്പറേഷൻസ് അസോസിയേറ്റഡ് ആർ ഒബ്വിയസ്ലി ഈ C2Z സിഗ്മ വി എക്സ് സെഡ് ആൻഡ് സിഗ്മ വി വൈ സെഡ്. We can begin the construction of the group multiplication table as follows by giving the label row and label column themselves as the first row and first column respectively. അതായത് നമ്മൾ ഫസ്റ്റ് കോളം എന്ന് പറയുന്നതും ഫസ്റ്റ് റോ എന്ന് പറയുന്നതും, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇതാണ്, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഈ രണ്ടെണ്ണത്തിൻ്റെയും അതേ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് നമ്മൾ എഴുതുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയിന്റ് ഗ്രൂപ്പ്, ഇങ്ങനെയാണ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുക. ഈ C2Z സിഗ്മ വി എക്സ് സെഡ് സിഗ്മ വി വൈ സെഡ് ഇങ്ങനെ എഴുതും. എന്നിട്ട് അടുത്തത് ഈ C2Z ഇങ്ങനെ താഴേക്ക് എഴുതും. എന്നിട്ട് നമ്മൾ സാധാരണ ശരിക്കും ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ E എന്താണ്? E തന്നെയാണ് അല്ലേ. C2Z E എന്താണ്? C2Z ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഗ്മ വി എക്സ് സെഡ് E എന്താണ്? സിഗ്മ വി എക്സ് സെഡ് തന്നെയാണ്. സിഗ്മ വി വൈ സെഡ് E സിഗ്മ വി വൈ സെഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ മുകളിലുള്ള ഈ സെയിം റോ തന്നെ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യല്ലേ ചെയ്യുക അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. വി ക്യാൻ ബിഗിൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആസ് ഫോളോസ് ബൈ ഗിവിംഗ് ദ ലേബൽ റോ ആൻഡ് ലേബൽ കോളം ദംസെൽസ് ആസ് ദ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ എന്ത് തന്നെയായിരിക്കും, ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ അതേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി തന്നെയായിരിക്കും ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും. നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ E ആണ്, ഇവിടെയും E ആണ്. ഇവിടെ C2Z ആണ്, ഇവിടെ C2Z ആണ്. ഇവിടെ സിഗ്മ വി എക്സ് സെഡ് ആണ്, ഇവിടെയും സിഗ്മ വി എക്സ് സെഡ് ആണ്. ഇവിടെ സിഗ്മ വി വൈ സെഡ് ആണ്, ഇവിടെ സിഗ്മ വി വൈ സെഡ് ആണ്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെയാണ്. ഇവിടെ E ആണ്, ഇവിടെയും E ആണ്. C2Z C2Z സിഗ്മ വി എക്സ് സെഡ് സിഗ്മ വി എക്സ് സെഡ് സിഗ്മ വി ഡാഷ് വൈ സെഡ് സിഗ്മ വി ഡാഷ് വൈ സെഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത്
പോയിന്റ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുകയാണെങ്കിലും അതിൽ സിമെട്രി ഓപ്പറേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും വേറെയും 2 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പറയാം. അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, C2V പോയിന്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും കിട്ടുന്നത് നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. E ആണ്, C2Z E C2Z ആണ്. അതുപോലെ സിഗ്മ വി എക്സ് സെഡ് ഇൻറ്റു ഇ സിഗ്മ വി എക്സ് സെഡ് ആണ്. സിഗ്മ വി ഡാഷ് വൈ സെഡ് ഇൻറ്റു ഇ സിഗ്മ വി ഡാഷ് വൈ സെഡ് ആണ്. ഇനി നിങ്ങൾ നോക്കി നോക്കൂ, ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? C2Z ഇൻറ്റു ഇ, ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈ സിഗ്മ വി എക്സ് സെഡ് ഇൻറ്റു ഇ ചെയ്യുന്നു. സിഗ്മ വി ഡാഷ് വൈ സെഡ് ഇൻറ്റു ഇ ചെയ്താൽ ഇവിടുത്തെ റിസൾട്ടും കിട്ടും. ഇനി നമുക്ക് ഇവിടുത്തെ മെമ്പറിനെ കിട്ടണം എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഞാനിവിടെ 2 എന്ന് എഴുതി കൊടുത്ത മെമ്പറെ കിട്ടണം. അതായത് അത് കിട്ടണമെങ്കിൽ ഈ C2Z-നെ ഈ C2Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ റിസൾട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് സിഗ്മ വി എക്സ് സെഡിനെ C2Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. ഇവിടുത്തെ റിസൾട്ട് സിഗ്മ വി ഡാഷ് വൈ സെഡിനെ C2Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ചെയ്യുക? ഈ C2Z-ഉം സിഗ്മ വി എക്സ് സെഡും കൂടിയുള്ള റിസൾട്ട് ഇവിടെ എഴുതണം. സിഗ്മ വി എക്സ് സെഡും സിഗ്മ വി എക്സ് സെഡും തമ്മിലുള്ള റിസൾട്ട് ഇവിടെ എഴുതണം. സിഗ്മ വി എക്സ് സെഡും സിഗ്മ വി ഡാഷ് വൈ സെഡും തമ്മിലുള്ള റിസൾട്ട് ഇവിടെ എഴുതണം. ഇങ്ങനെ ഓരോന്നും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കണ്ടിട്ടാണ് അതിൻ്റെ റിസൾട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലത്തത് എഴുതി നോക്കാം. C2Z ഇൻറ്റു C2Z. നമുക്കറിയാം C2 ഇൻറ്റു C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? E ആണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്തെഴുതി? E എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ വി എക്സ് സെഡ് ഇൻറ്റു C2 കണ്ടുപിടിക്കണം. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ വി ഡാഷ് വൈ സെഡ് ഇൻറ്റു C2 കണ്ടുപിടിക്കണം. അതിന് നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ ഓപ്പറേഷൻസ് എഴുതിയിട്ട് ആദ്യം അതിനെ ഓരോ ഓപ്പറേഷൻസ് ആയിട്ട് നടത്തിയിട്ട് എന്താണ് C2Z ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് C2 നടത്തുക, എന്നിട്ട് പിന്നെ സിഗ്മ വി എക്സ് സെഡ് നടത്തുക. ഇങ്ങനെ ഓരോ ഓപ്പറേഷൻസ് ആയിട്ട് ചെയ്യണം. അത് വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ കുറച്ചും കൂടി വലിയ മോളിക്യൂളാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം C2Z ഇൻറ്റു C2Z എന്താണ്? E ആണ് എന്നറിയാം. അതുപോലെ സിഗ്മ വി എക്സ് സെഡ് ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് അത് ഞാൻ എവിടെയാണ് എഴുതുക? ഇവിടെയാണ് എഴുതുക. അതും എന്താണ്? E ആണ്. സിഗ്മ വി ഡാഷ് വൈ സെഡ് ഇൻറ്റു സിഗ്മ വി ഡാഷ് വൈ സെഡ് അത് ഞാൻ ഇവിടെയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണവും E ആണ്. ശരിയല്ലേ? C2Z ഇൻറ്റു C2Z E ആണ്. സിഗ്മ വി എക്സ് സെഡ് ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് E ആണ്. സിഗ്മ വി ഡാഷ് വൈ സെഡ് ഇൻറ്റു സിഗ്മ വി ഡാഷ് വൈ സെഡ് E ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും എണ്ണം മെമ്പേഴ്സിനെ, ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ മെമ്പേഴ്സിനെ നമുക്ക് ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാതെ ലഭിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. C2Z ഇൻറ്റു C2Z E ആണ്. അതുപോലെ സിഗ്മ വി എക്സ് സെഡ് ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് E ആണ്. സിഗ്മ വി ഡാഷ് വൈ സെഡ് ഇൻറ്റു സിഗ്മ വി ഡാഷ് വൈ സെഡ് എന്ന് പറയുന്നത് E ആണ്. ആ C2V പോയിന്റ് ഗ്രൂപ്പിലെ ഓരോ ഓപ്പറേഷനും എന്താണ്? അതിൻ്റെ തന്നെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ E കിട്ടുമെന്ന് നമുക്ക് പറയാലോ. എൻ എലമെൻറ്റ് ഇൻറ്റു ഇൻവേഴ്സ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം E എന്ന് എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ആ എലമെൻറ്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത് റീഅറേഞ്ച്മെൻറ്റ് തിയറാണ്. ഓക്കെ, റീഅറേഞ്ച്മെൻറ്റ് തിയറം പ്രകാരം ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ഒരു റോയിലും ഒരു കോളത്തിലും ഓരോ എലമെൻറ്റ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരൊറ്റ തവണയെ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വരാൻ പോസിബിലിറ്റിയുള്ള, ഈ പോയിന്റിൽ വരാൻ പോസിബിലിറ്റിയുള്ള ആർക്കാണ് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഈ കോളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കോളത്തിൽ C2Z വന്നു, E വന്നു. പിന്നെയുള്ള പോസിബിലിറ്റി സിഗ്മ വി എക്സ് സെഡിനും സിഗ്മ വി വൈ സെഡിനുമാണ്. ശരിയല്ലേ?
ഇത് വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഏർപ്പാട് നടക്കുകയുള്ളൂ കേട്ടോ. അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മോളിക്യൂൾ ആയതുകൊണ്ട്. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ ഓപ്പറേഷൻസ് ചെയ്ത് തന്നെ നോക്കണം, എങ്കിൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ. എല്ലാ കേസിലും ഈ റീഅറേഞ്ച്മെൻറ്റ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ വാട്ടർ മോളിക്യൂളിൽ 4 സിമെട്രി ഓപ്പറേഷൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഓപ്പറേഷൻസ് ഒന്നും ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ ഇവിടെ ഈ പൊസിഷനിൽ ഇതിനുള്ള പോസിബിലിറ്റി സിഗ്മ വി എക്സ് സെഡും സിഗ്മ വി വൈ സെഡും ആണ്. സിഗ്മ വി എക്സ് സെഡ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സിഗ്മ വി എക്സ് സെഡ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് സെയിം റോയിൽ അത് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല റീഅറേഞ്ച്മെൻറ്റ് തിയറം പ്രകാരം. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ എന്ത് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ? സിഗ്മ വി വൈ സെഡ് എന്ന് പറയുന്ന പോസിബിലിറ്റി മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും ഇതിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇനി ഇതിൽ ബാക്കിയുള്ളത് സിഗ്മ വി എക്സ് സെഡ് ആണ്. അപ്പോൾ ഈ കോളം കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ കോളത്തിലെ മെമ്പേഴ്സിനെ എഴുതാം. ഇവിടെ ഈ പൊസിഷനിൽ സിഗ്മ വി വൈ സെഡ് വരും, ഈ പൊസിഷനിൽ സിഗ്മ വി എക്സ് സെഡും വരും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഈ കോളം എടുക്കുക. ഈ കോളം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിഗ്മ വി എക്സ് സെഡ് ഉണ്ട്, ഇ ഉണ്ട്. പിന്നെ 2 പോസിബിലിറ്റി ഉള്ളത് C2 എന്ന് പറയുന്നതും സിഗ്മ വി വൈ സെഡ് എന്ന് പറയുന്നതും. ശരിയല്ലേ? അപ്പം ഇവിടെ നമുക്ക് C2 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ ഓൾറെഡി C2 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റോയിൽ അത് എന്ത് ചെയ്യുന്നു? വീണ്ടും ആ സെയിം ഗ്രൂപ്പ് മെമ്പർ തന്നെ വീണ്ടും വരുന്നു. അത് റീഅറേഞ്ച്മെൻറ്റ് തിയറം പ്രകാരം തെറ്റാണ്. അപ്പോൾ ഇവിടെ എഴുതാൻ സാധിക്കുന്ന മെമ്പർ സിഗ്മ വി വൈ സെഡ് ആണ്. ഇനി അതുപോലെ ഇവിടെ എഴുതാൻ സാധിക്കുന്നത് ഏതായിരിക്കും? C2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ അടുത്ത ഇതെടുക്കുക. അടുത്തത് വളരെ സിമ്പിളാണ്, കാരണം ബാക്കിയെല്ലാം ഫില്ലായി. ഇവിടെ C2Z ആണ്, ഇവിടെ E ആണ്, ഇവിടെ നമ്മൾ എഴുതിയത് സിഗ്മ വി വൈ സെഡ് ആണ്. പിന്നെ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? സിഗ്മ വി എക്സ് സെഡ് ആണ് ഇവിടെ ബാക്കി ഉണ്ടാവുക. ഓക്കെ, ഇനി ഇവിടെ സിഗ്മ വി എക്സ് സെഡ് ഫസ്റ്റ് മെമ്പർ, നെക്സ്റ്റ് മെമ്പർ നമ്മൾ സിഗ്മ വി വൈ സെഡ് ആയിരുന്നു ഇവിടെ എഴുതിയിരുന്നത്. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുക ആരായിരിക്കും? C2 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി എന്താ എഴുതിയിരുന്നത്? സിഗ്മ വി എക്സ് സെഡ് എഴുതി. അതുപോലെ ഇവിടെ നമ്മൾ എന്താ എഴുതിയത്? C2 എഴുതി. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഞാൻ എഴുതിയതുപോലെ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? നോക്കിയേ, ഏതെങ്കിലും മെമ്പർ അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. സിഗ്മ ഇ C2Z, സിഗ്മ വി എക്സ് സെഡ്, സിഗ്മ വി ഡാഷ് വൈ സെഡ്, ഇങ്ങനെ ഓരോ ഗ്രൂപ്പും എന്താണ്, ഓരോന്നിൻ്റെയും ഓരോ കോളവും ഓരോ റോയും തൊട്ടപ്പുറത്തുള്ള റോയുടെ ഒരു റീഅറേഞ്ച്ഡ് ലിസ്റ്റാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് C2V പോയിന്റ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടാണ് വാട്ടർ മോളിക്യൂളിൽ ചെയ്തത്. എന്നാൽ ബാക്കിയുള്ള മോളിക്യൂൾസിൻ്റെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സിമട്രി എലമെൻസിൻ്റെ അല്ലെങ്കിൽ സിമട്രി ഓപ്പറേഷൻസിൻ്റെ എണ്ണം കൂടും തോറും ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് പണിയായി തീരും. കാരണം നമ്മൾ മോളിക്യൂൾ എഴുതി അതിൻ്റെ സിമട്രി ഓപ്പറേഷൻസ് അതിൻ്റെ മുകളിൽ നടത്തി ഓരോന്നിൻ്റെയും റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. വാട്ടർ മോളിക്യൂൾ ആകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇനി നമുക്ക് അമോണിയ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടുപിടിക്കാം. അമോണിയ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിമട്രി ഓപ്പറേഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം അമോണിയ മോളിക്യൂളിൻ്റെ സിമട്രി എലമെൻറ്റ്സ് എന്ന് പറയുന്നത് EC3, സിഗ്മ വി ഡാഷ്, സിഗ്മ വി ഡബിൾ ഡാഷ്. ഒരു C3 ആക്സിസും 3 പ്ലെയിൻ ഓഫ് സിമട്രിയാണ് അമോണിയ മോളിക്യൂളിനുള്ളത്. അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന സിമട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത് C31. C3 ജനറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് C31ഉം C32ഉം. പിന്നെ സിഗ്മ വി ആ 3 പ്ലെയിനും നമ്മൾ എഴുതിയ സെയിം 3 പ്ലെയിനുകൾ. ഓക്കെ,
അപ്പോൾ ഇതാണ് C3V പോയിന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അമോണിയ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അമോണിയ മോളിക്യൂളിൻ്റെ മാത്രമല്ല, ഏത് മോളിക്യൂളിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ അതിൻ്റെ സിമെട്രി എലമെൻസും അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന സിമെട്രി ഓപ്പറേഷൻസും എഴുതണം. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ സിമെട്രി എലമെൻസും സിമെട്രി ഓപ്പറേഷൻസും സെയിം ആയിരുന്നു. എന്നാൽ അമോണിയ മോളിക്യൂളിൻ്റെ കേസിൽ സിമെട്രി എലമെൻസും സിമെട്രി ഓപ്പറേഷൻസും എന്തല്ല, സെയിം അല്ല. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ഈ സിമെട്രി ഓപ്പറേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ കുഴപ്പമില്ല. കാരണം വാട്ടർ മോളിക്യൂള് എന്താണ്, C2V പോയിന്റ് ഗ്രൂപ്പ് അബീലിയൻ ഗ്രൂപ്പായിരുന്നു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്ന ഗ്രൂപ്പായിരുന്നു. എന്നാൽ അമോണിയ മോളിക്യൂളിൻ്റെ കേസിൽ അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നില്ല, നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അമോണിയ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്, അമോണിയ മോളിക്യൂളിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അമോണിയ മോളിക്യൂളിൻ്റെ സിമെട്രി എലമെൻറ്റ്സ് ഇന്നതാണ്, സിമെട്രി ഓപ്പറേഷൻസ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനെയൊരു ടേബിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് എലമെൻസിനൊക്കെ എഴുതുക. C31, C32, പിന്നെ സിഗ്മ വി, സിഗ്മ വി ഡാഷ്, സിഗ്മ വി ഡബിൾ ഡാഷ്. സെയിം ഈ C31, C32, സിഗ്മ വി പ്രൈം, സിഗ്മ വി ഡബിൾ പ്രൈം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ എഴുതിയ പോലെ ഈ C31, C32, സിഗ്മ വി പ്രൈം, സിഗ്മ വി ഡബിൾ പ്രൈം. ഓക്കെ, അതെന്തുകൊണ്ടാണ്, ഇ ഇൻറ്റു ഇ ചെയ്താൽ ഇ കിട്ടും, ഇ ഇൻറ്റു C31 ചെയ്താൽ C31 കിട്ടും, ഇ ഇൻറ്റു C32 ചെയ്താൽ C32 കിട്ടും, ഇ ഇൻറ്റു സിഗ്മ വി ചെയ്താൽ ഈ സിഗ്മ വി കിട്ടും. അങ്ങനെ അതുപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, സെയിം മെമ്പേഴ്സിന് തന്നെ എഴുതാം. C32, സിഗ്മ വി പ്രൈം, സിഗ്മ വി ഡബിൾ പ്രൈം, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ C32 ഇൻറ്റു C31 എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിൻ്റെ റിസൾട്ട് എഴുതാൻ. അല്ലാതെ നമുക്ക് ഒരിക്കലും വാട്ടർ മോളിക്യൂളിൻ്റെ ചെയ്ത പോലെ റീഅറേഞ്ച്മെൻറ്റ് തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വാട്ടർ മോളിക്യൂളിൻ്റെ C31 എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുക. C31 എന്നിട്ട് എന്ത് ചെയ്യുക, ആ കിട്ടിയ റിസൾട്ടിനെ ഏത് ഓപ്പറേഷൻ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ ഓപ്പറേഷൻ കൊണ്ട്, C31 തന്നെയാണ് ചെയ്യേണ്ടത്, അത് തന്നെ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ C31 ഇൻറ്റു C31 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, C32 കിട്ടും. ഓക്കെ, ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. C3 ഇൻറ്റു C3, C32. ഓക്കെ, C32 ഇൻറ്റു C3 എന്ത് കിട്ടും, ഇ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. C32 ഇൻറ്റു C31, അപ്പോൾ നമുക്ക് ഇ കിട്ടി. ഓക്കെ, അതുപോലെ C31 ഇൻറ്റു സിഗ്മ വി, അതുപോലെ C31 ഇൻറ്റു സിഗ്മ വി ഡാഷ്, സിഗ്മ വി ഡബിൾ ഡാഷ്. ഓക്കെ, ഇങ്ങനെ ഓരോന്നും ഈ റിസൾട്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സിമെട്രി ഓപ്പറേഷൻസ് നടത്തി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കണ്ടിട്ട് എഴുതി കണ്ടുപിടിക്കുക. കുറച്ച് പണിയുണ്ടാവും. ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ ആദ്യം അമോണിയ മോളിക്യൂളിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ എഴുതി വയ്ക്കുക. ഈ അമോണിയ മോളിക്യൂൾ എടുക്കുക, C31 ചെയ്താൽ ഇന്നതാണ് റിസൾട്ട്, C32 ചെയ്താൽ ഇന്നതാണ് റിസൾട്ട്, ഈ സിഗ്മ V1 ചെയ്താൽ ഇന്നതാണ്, സിഗ്മ വി ഡാഷ് ചെയ്താൽ ഇങ്ങനെയാണ്, സിഗ്മ വി ഡബിൾ ഡാഷ് ചെയ്താൽ ഇങ്ങനെയാണ്. ആ റിസൾട്ടുകളൊക്കെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ ഓപ്പറേഷൻസും ചെയ്യുക. ആ ഓപ്പറേഷൻസ് ചെയ്തിട്ട് ഏതാണോ റിസൾട്ട് കിട്ടുന്നത് ആ റിസൾട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് C3V പോയിന്റ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. PGക്കൊക്കെ പോയാൽ നമുക്ക് C3V പോയിന്റ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അതുപോലെ വേറൊരു സാധനമാണ് ക്യാരക്ടർ ടേബിൾ. ഈ ക്യാരക്ടർ ടേബിളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് C2H പോയിന്റ് ഗ്രൂപ്പിൻ്റെയാണ്. C2H പോയിന്റ് ഗ്രൂപ്പിൽ ഏതൊക്കെയാണുള്ളത്, E ഉണ്ട്, C2 ഉണ്ട്, അതുപോലെ I ഉണ്ട്, സിഗ്മ H ഉണ്ട്.
ഓക്കെ, C2H പോയിന്റ് ഗ്രൂപ്പിൻ്റെ സിമെട്രി എലമെൻറ്റ്സ്. C2H പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് ട്രാൻസ് ഡൈക്ലോറോ എത്തിലീൻ എന്ന് പറയുന്നത്. ട്രാൻസ് ഡൈക്ലോറോ എത്തിലീൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. C2, അതുപോലെ I ഉണ്ട്, സിഗ്മ H ഉണ്ട്. ഇതാണ് പോയിന്റ് ഗ്രൂപ്പ്. നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ എഴുതിയ പോലെ തന്നെയാണ്. C2 Iക്ക് പകരം നമ്മൾ സിഗ്മ V XZ, സിഗ്മ VYZ അല്ലേ? ഇതാണ് വാട്ടർ മോളിക്യൂളിലെ എലമെൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെയിം വാട്ടർ മോളിക്യൂളിൻ്റെ ക്യാരക്ടർ ടേബിൾ ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് തിയറൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ ക്യാരക്ടർ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഈ റോ എഴുതുന്നു, പിന്നീട് ഈ കോളം എഴുതുന്നു. പിന്നെ നമ്മൾ വാട്ടർ മോളിക്യൂളിൽ ചെയ്ത പോലെ തന്നെ C2Z ഇൻറ്റു C2Z E ആണ്. അതുപോലെ സിഗ്മ H ഇൻറ്റു സിഗ്മ H E ആണ്. I ഇൻറ്റു I E ആണ്. അത് എഴുതി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഫിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് സിഗ്മ H ഇവിടെ ഇനി ബാക്കിയുള്ളത് Iയും സിഗ്മ HXY ആണ്. ഇവിടെ നമുക്ക് സിഗ്മ HXY എഴുതാൻ സാധിക്കില്ല, കാരണം അത് ഇവിടെ ഓൾറെഡി വന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ എന്ത് മാത്രമേ സാധിക്കുള്ളൂ, I മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ അതുപോലെ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിഗ്മ HXY, പിന്നെ അതിൽ ബാക്കി ഉണ്ടാവുക സിഗ്മ HXY ആണ്. സിഗ്മ HXY എന്ന് പറയുന്നത് സിഗ്മ H തന്നെയാണ് കേട്ടോ. അപ്പോൾ സിഗ്മ H ആണ്. പിന്നെ ബാക്കിയുള്ളത് ഈ C2Z ഇവിടെ എഴുതി, E എഴുതി, I എഴുതി. പിന്നെ റീഅറേഞ്ച്മെൻറ്റ് തിയറം പ്രകാരം അവിടെ ഉണ്ടാവുക സിഗ്മ H ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ റീഅറേഞ്ച്മെൻറ്റ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അമോണിയ മോളിക്യൂൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ പോയിന്റ് ഗ്രൂപ്പിൽ സിമെട്രി എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ C2, സിഗ്മ V XZ, സിഗ്മ VYZ ഇങ്ങനെ കണ്ടു അല്ലേ? അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളിലുള്ള സിമെട്രി എലമെൻറ്റ്സിനോട് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ആര് കാണിക്കുന്നുണ്ട്, ഈ C2H പോയിന്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്, ഓപ്പറേഷൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ 1-to-1 കറസ്പോണ്ടൻസ് ഉള്ള പോയിന്റ് ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഐസോമോർഫിക് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കാം. വാട്ടർ മോളിക്യൂളിൽ E ഉണ്ട്, C2H പോയിന്റ് ഗ്രൂപ്പിൽ വാട്ടർ മോളിക്യൂൾ മീൻസ് C2V പോയിന്റ് ഗ്രൂപ്പിലും E ഉണ്ട്, C2H പോയിന്റ് ഗ്രൂപ്പിലും E ഉണ്ട്. corresponds to E, and water molecule C2Z is corresponds to C2H point group C2Z. അതുപോലെ C2V പോയിന്റ് ഗ്രൂപ്പിലെ സിഗ്മ V XZ സിഗ്മ Hന് ഇക്വലൻ്റ് ആണ്, സിഗ്മ VYZ Iക്ക് ഇക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ C2Vനെയും C2Hനെയും നമുക്ക് എന്ത് വിളിക്കാം, ഐസോമോർഫിക് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കാം. Two groups are said to be isomorphic if they have same order and structure as well as 1-to-1 correspondence between their elements in all respects so that they possess similar multiplication tables. അതായത് നമുക്കതിന് സിമിലർ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമുക്കതിന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് C2V എന്ന് പറയുന്നതും C2H എന്ന് പറയുന്നതും ഏകദേശം ഇക്വലൻ്റ് ആണ്. നമ്മൾ ഈ സിഗ്മ Hനും Iക്കും പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് അവിടെ ഉള്ളത്, സിഗ്മ V XZും Iയും ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരേ ഓർഡർ ആയിരിക്കണം. ആൻഡ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ two groups are said to be isomorphic if they have same order and structure as well as 1-to-1 correspondence between their elements in all respects so that they possess similar multiplication table. ഇവിടെ പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ അല്ല, ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ മോളിക്കുലർ സിമെട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്. C3V പോയിന്റ് ഗ്രൂപ്പ് നിങ്ങൾ സ്വന്തമായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ മോളിക്കുലർ സിമെട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.